കൈപ്പത്തിക്ക് തന്നെ. അതെ അതെ, സന്തോഷം സന്തോഷം. വീണ്ടും പഴയ പോലെ അയ്യോ നമസ്കാരം. വീണ്ടും സഹായിക്കണം കേട്ടോ. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ട് എന്താണ് മാറിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ പറയണ്ടല്ലോ. തീർച്ചയായിട്ടും സഹായിക്കണം. പഴയ പോലെ കൂടെ കാണും കേട്ടോ. എന്തുകൊണ്ട് വീണ്ടും സഹായിക്കണം കേട്ടോ. ജയിപ്പിച്ചു വിടല്ലേ കൈപ്പത്തി ചിഹ്നത്തിന് കേട്ടോ. നമ്മളെ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ, എപ്പോഴും ന്യായത്തിന്റെ കൂടെ ഉണ്ടാവും. പഴയ പോലെ എല്ലാം ചെയ്യാനുണ്ടാവും. താങ്ക് യു. കൈപ്പത്തിയാണ് ചിഹ്നം. തീർച്ചയായിട്ടും പഴയ കാര്യങ്ങളൊക്കെ ഓർത്താൽ എനിക്കെല്ലാം ആർക്കേലും വോട്ട് ചെയ്യാൻ തോന്നുന്നു. ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ കൈപ്പത്തിക്ക് തന്നെ ചെയ്യും. വീണ്ടും സഹായിച്ച് ജയിപ്പിച്ചു വിടണം കേട്ടോ. കൈപ്പത്തി ചിഹ്നമാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ചിഹ്നം മാറിയത്? ചിഹ്നം മാത്രമേ മാറിയിട്ടുള്ളൂ, ആള് മാറിയിട്ടില്ല. അതൊരു കുഴപ്പമാണ്. സാർ ജയിച്ചിരിക്കും. നമുക്ക് PR വർക്കിനെയൊക്കെ കൂടുതലും മനുഷ്യരുടെ ഇടയിലുള്ള പ്രവർത്തനമാണ്. പണ്ടും അതെ, ഇപ്പോഴും അതെ. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ചെയ്തിട്ടുള്ള 100 കണക്കിനുള്ള വികസന പ്രവർത്തനങ്ങളും അത് PR വർക്ക് ഇല്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലുണ്ട്. അവസാനത്തെ ഒരു 3 മാസം കോന്നിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട കുറെ കല്ലുകളാണ് വോട്ട് മേടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തെക്കുറിച്ച് ചില ആളുകൾ പറയുന്നത്. അത് ജനങ്ങൾ കാണുന്നില്ലേ? കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊട്ടാരക്കര നിയോജക മണ്ഡലം. കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ജനവിധി തേടുന്ന മണ്ഡലം. CPM-നെ പ്രതിനിധീകരിച്ച് 15 വർഷക്കാലം MLA ആയിരുന്ന ഐഷ പോറ്റി കോൺഗ്രസിൽ അംഗത്വമെടുത്ത ശേഷം UDF സ്ഥാനാർത്ഥിയാകുന്ന അതേ കൊട്ടാരക്കര മണ്ഡലം. വലിയ ജനനിബിഡമായാണ് ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. ഐഷ പോറ്റി വാളകം ജംഗ്ഷനിൽ വോട്ടഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകരോടൊപ്പം വലിയ സ്വീകാര്യതയാണ് ഐഷ പോറ്റി UDF സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ കൊട്ടാരക്കരയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് പ്രചരണം? അതിൻ്റെ ഒരു പകുതി ഘട്ടത്തിലെത്തുമ്പോൾ ഒരു വിജയപ്രതീക്ഷ? നന്നായിട്ട് പോകുന്നുണ്ട്. നല്ല പ്രതികരണമാണ്. എല്ലാവർക്കും നല്ല സ്നേഹമുള്ളതായിട്ടാണ് മനസ്സിലാവുന്നത്. എല്ലാവർക്കും 100% വിജയപ്രതീക്ഷ തന്നെയാണ്. പ്രതികരണം കണ്ടാൽ ഉറപ്പായിട്ടും നമ്മളോട് നല്ല സ്നേഹമുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ PR സ്ട്രാറ്റജികളൊക്കെയാണ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണാനുള്ളത്. UDF ക്യാമ്പിൽ അത്രത്തോളം അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ PR ക്യാമ്പയിനുകളൊന്നും കാണാനില്ല. അടിത്തട്ടിലാണോ വർക്ക്? പിന്നെ ജനങ്ങളുടെ കൂടെയല്ലേ നമ്മളുള്ളത്. നമുക്ക് PR വർക്കിനേക്കാൾ കൂടുതലും മനുഷ്യരുടെ ഇടയിലുള്ള പ്രവർത്തനമാണ്. പണ്ടും അതെ, ഇപ്പോഴും അതെ. അവരോടൊത്ത് സംവദിച്ചാണ് ഞാൻ പോകുന്നത്. അവർക്കറിയാം ഞാൻ ആരാണെന്നും കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ചെയ്തിട്ടുള്ള 100 കണക്കിനുള്ള വികസന പ്രവർത്തനങ്ങളും അത് PR വർക്ക് ഇല്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിലുണ്ട്. PR വർക്ക് ഒരു വശത്ത് ഇരുന്നോട്ടെ, ജനങ്ങളുടെ മനസ്സിൽ ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ പോയപ്പോൾ തന്നെ അവരതാ പറയുന്നത്. തീർച്ചയായിട്ടും അവർ ഓർക്കും അതല്ല. പ്രസിഡന്റ്, എങ്ങനെയാണ് ഇവിടത്തേക്ക് ഒരു അവസ്ഥ? ഇവിടെ തീർച്ചയായിട്ടും ഒരു കുഴപ്പവും വരത്തില്ല. ഞങ്ങളൊരു 10,000 പുറത്ത് വോട്ടിന് ജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെ. പ്രതീക്ഷയല്ല, ഉറപ്പാണ്. പ്രത്യേകിച്ച് വാളകം ഉമ്മന്നൂർ പഞ്ചായത്തിൽ ഞങ്ങൾക്കൊരു 5,000-ലധികം വോട്ട് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഓർമ്മ. ഈ പണ്ട് ചെയ്തു വെച്ച പ്രവൃത്തികളൊക്കെ 5 വർഷം കൊണ്ട് മറന്നു. അവസാനത്തെ ഒരു 3 മാസം കോന്നിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട കുറേ കല്ലുകളാണ് വോട്ട് മേടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തെക്കുറിച്ച് ചില ആളുകൾ പറയുന്നത്. അത് ജനങ്ങൾ കാണുന്നില്ലേ? പെട്ടെന്ന് ഇപ്പോൾ വന്നിട്ട് കല്ലിട്ടിട്ട് പോയ സാധനം ഉയർന്നു വരണ്ടേ? ഞാൻ ആദ്യത്തെ 5 വർഷം കൊണ്ട് എന്തെല്ലാം ചെയ്തു. കോടതി സമുച്ചയം പൂർത്തീകരിച്ചു, സിവിൽ സ്റ്റേഷൻ തുടങ്ങി, ഫയർ സ്റ്റേഷൻ കൊണ്ടുവന്നു, റൂറൽ SP ഓഫീസ് കൊണ്ടുവന്ന് പ്രവർത്തനം ആരംഭിച്ചു. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ 5 കൊല്ലം കൊണ്ട് ചെയ്തു. ഓരോ 5 കൊല്ലത്തിൽ അതേപോലെ ഏത് സർക്കാർ ഇരുന്നപ്പോഴും ചെയ്തിട്ടുണ്ട്. അതും ജനങ്ങൾ വിലയിരുത്തും. ഇപ്പോഴത്തെ 5 വർഷവും വിലയിരുത്തും. തീർച്ചയായിട്ടും മാർക്ക് എനിക്ക് 101 തരും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. 140 നിയോജകമണ്ഡലങ്ങളിൽ ടീം UDF-ന്റെ മിഷൻ 100 അതിൽ ആദ്യത്തെ 10-ൽ കൊട്ടാരക്കര ഉണ്ടാകുമെന്നുള്ളതാണ് എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ തീരുമാനിച്ച് തന്നിരിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് UDF ക്യാമ്പുള്ളത്. കൊട്ടാരക്കരയിൽ VD സതീശൻ പറയുന്ന പോലെ ടീം UDF 100 നേടിയാൽ അതിലൊന്ന് കൊട്ടാരക്കരയായിരിക്കും എന്നുള്ളതാണ് സ്ഥാനാർത്ഥിയും നേതാക്കന്മാരും അണികളും ഒക്കെ പറയുന്നത്. ഐഷ പോറ്റിയാണ്. വീണ്ടും സഹായിക്കണം കേട്ടോ. കൈപ്പത്തി ചിഹ്നത്തിൽ
എന്താണെങ്കിലും മുമ്പ് ചെയ്തിട്ടുള്ളതൊക്കെ കണ്ടാൽ എനിക്കല്ലാതെ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ തോന്നുമോ? ഇല്ല. ഓക്കെ, ശരി. മക്കളെ, വോട്ട് വിടല്ലയോ? സഹായിക്കണം കേട്ടോ. കൈപ്പത്തി ചിഹ്നത്തിൽ എന്തുകൊണ്ടാണ് മാറിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും കേട്ടോ. നീ പറയണ്ടല്ലോ. വീണ്ടും പഴയ പോലെ നിങ്ങളുടെയൊക്കെ കൂടെ കാണും. വീണ്ടും സഹായിക്കണേ കേട്ടോ. കൈപ്പത്തിയാണ് ചിഹ്നം. എന്താണ് മാറിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പഴയ കാര്യങ്ങളൊക്കെ ഓർത്താൽ എനിക്കല്ലാതെ ആർക്കെങ്കിലും വോട്ട് ചെയ്യാൻ തോന്നുമോ? ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ കൈപ്പത്തിക്ക് തന്നെ ശരി. എല്ലാവരോടും കൂടി കേട്ടോ വീണ്ടും സഹായിച്ച് ജയിപ്പിക്കണം. ചിഹ്നം മാത്രമേ മാറിയിട്ടുള്ളൂ, ആൾ മാറിയിട്ടില്ല. എന്താണ് ചിഹ്നം മാറിയെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അതൊരു കുഴപ്പമാണ്. ജയിച്ചിരിക്കും. മതി മതി മതി. തീർച്ചയായിട്ടും സഹായിക്കണം, എല്ലാവരും സഹായിക്കണേ. എന്താ പഴയ ചെയ്തിട്ടുള്ളതൊക്കെ ഓർത്താൽ എനിക്കല്ലേ വോട്ട് ചെയ്യുള്ളൂ അല്ലേ? ചെയ്യത്തില്ലേ? എല്ലാവരും എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഇനി തുടർന്നും കൂടെ കാണും കേട്ടോ. ശരി. അയ്യോ, വീണ്ടും സഹായിച്ചു കേട്ടോ. കൈപ്പത്തി ചിഹ്നത്തില് എന്തുകൊണ്ടാണ് മാറിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി. നമസ്കാരം. വീണ്ടും സഹായിക്കണേ. അപ്പോൾ എന്താണ് ഈ പാർട്ടി മാറിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഹായിക്കണം. വീണ്ടും പഴയ പോലെ എല്ലാവരുടെയും കൂടെ കാണണം. വീണ്ടും പഴയ പോലെ അയ്യോ, ആവട്ടെ. തീർച്ചയായിട്ടും സഹായിച്ച് ജയിപ്പിച്ചു വിടണം എല്ലാവരും കൂടി കേട്ടോ. കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു കേസ് എനിക്ക് വേണ്ടി ഒരു കേസ് വന്നായിരുന്നു. എവിടെ വെള്ളാരിക്കുന്നിൽ എന്നെ ഒരു ആർച്ചുകാരൻ വെട്ടാൻ വന്നു. അന്ന് രാത്രി എന്നെ നമ്മൾ സംസാരിക്കുകയും ചെയ്ത ആളാണ് പാസ്റ്റർ ജോയി വർഗീസ്. എല്ലാ കാര്യത്തിലൊക്കെ ഇടപെട്ട് സന്തോഷം. ഞാൻ പിന്നെ അതിൻ്റെ പുറകെ നമ്മളെ എപ്പോഴും അങ്ങനെ തന്നെയല്ലേ, എപ്പോഴും ന്യായത്തിൻ്റെ കൂടെ ഉണ്ടാവും. പഴയ പോലെ എല്ലാം ചെയ്യാനുണ്ടാവും. ഉണ്ടാവും. താങ്ക് യു. സഹായിക്കണം വീണ്ടും കേട്ടോ. കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടണേ. എല്ലാവരും സഹായിക്കണേ. UDFിൻ്റെ സ്ഥാനാർത്ഥിയാണ് കേട്ടോ. ജയിപ്പിച്ചു വിടണേ. പക്ക വോട്ടാ. വന്നിട്ടുണ്ട് ഇന്നോ? കുഴപ്പമില്ല. ആരായാലും എന്താ, നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ആരോടും നമ്മളെല്ലാം പറ്റുന്നതാണ് ചെയ്യുന്നത്. അതെ അതെ അതെ. നമസ്തേ. വീണ്ടും സഹായിച്ച് ജയിപ്പിച്ചു വിടണം കേട്ടോ. കൈപ്പത്തി ചിഹ്നമാണ്. എന്താണ് കൈപ്പത്തി ചിഹ്നമായി മാറിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും.